എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീടിനടുത്തായിട്ട് ഒരു പുതിയ ഫാം ഹൗസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പോപ്പുലർ ഫാം ഹൗസ് എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. അവിടെ വലിയ ആൾക്കാർക്ക് 100 രൂപയും ചെറിയ കുട്ടികൾക്ക് 50 രൂപയുമാണ് എൻട്രി ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള പള്ളിച്ചൽ അയണിമൂട് പെട്രോൾ പമ്പിന് സമീപമായിട്ടാണ് ഈ ഒരു ഫാം ഹൗസ് ഉള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു മ്യൂസിയത്തിൽ പോയിട്ടുള്ള ഒരു പ്രതീതി തന്നെയായിരുന്നു. തത്തകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും പേരുകൾ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇത് അണ്ണാങ്കുഞ്ഞാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ പേരുകളും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണല്ലോ. അപ്പോൾ അതാണ് മെയിൻ. പിന്നെ മെയിനായിട്ട് പാമ്പ് ഉണ്ടായിരുന്നു. പാമ്പിനെ നമ്മളെ കയ്യിൽ വെച്ച് തരികയും നമുക്ക് അതിനെ തൊടാം, എടുക്കാം എന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇതൊന്നും ഇന്ത്യയിലുള്ളതല്ല, പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഉടുമ്പാണെന്ന് തോന്നുന്നു, എന്താണെന്നോ. പിന്നെ ഈ കാണുന്നത് ഇതിൽ മറ്റേ ആ ചില്ലയിൽ ഇങ്ങനെ കാണുന്നത് ചിലന്തിയാണ്. അതെന്തോ അതിനും പറയുന്നത് റെഡ് കളർ ചിലന്തിയാണ്. പാമ്പ്, പുള്ളിക്കാരൻ, എനിക്ക് ഏറ്റവും പേടിയുള്ള സംഗതി ഈ പാമ്പാണ്. പക്ഷേ ഞാനും ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കി, അതിൻ്റെ ശരീരമൊക്കെ നല്ല മിനുമിനായിരിക്കുന്നു. അപ്പോൾ കയ്യിൽ വെച്ച് തരാമെന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്ന ഇതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. പക്ഷേ സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഇവരൊക്കെ കയ്യിൽ, എൻ്റെ മോളും നല്ല രീതിയിലൊക്കെ തൊട്ട് തടവിയൊക്കെ എടുത്ത്, അവൾക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ മൂത്താൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇത് നേരത്തെ നമ്മൾ ആ കണ്ണാടി കൂട്ടിൽ കണ്ട ആ സാധനമാണ് എടുത്ത് തോളി കിടത്തിയിരിക്കുന്നത്. അതിൻ്റെ നാക്ക് കണ്ട പുറത്തോട്ട്. അപ്പം പാമ്പിനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോള് 1-2 തൊട്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കുഞ്ഞു കുരങ്ങനാണ്. അപ്പോൾ കുരങ്ങനെ മറ്റേ കൊടുക്കുന്നതാണ്, ഫുഡ് കൊടുക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. പക്ഷേ അത് ആർക്ക് വേണോ കൊടുക്കാം. ഇപ്പം നമുക്ക് പോയാലും നമുക്ക് വേണമെങ്കിലും കൊടുക്കാം, അതിന് ഫുഡ് കൊടുക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ. അപ്പം അത് മാത്രമല്ല, കുരങ്ങൻ മാത്രമല്ല, ഇപ്പുറത്ത് വേറൊരാൾ കിടപ്പുണ്ട്. ഈ നല്ല ഭംഗിയല്ലേ, ഒരു തീരെ കുഞ്ഞാണ്. ഈ വീഡിയോയിൽ കാണുന്നതിൽ നിന്നും കുഞ്ഞാണ്. പിന്നെ ഇപ്പോൾ അവർ എല്ലാവർക്കും കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കുന്നതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇതും കുരങ്ങാണെന്ന് തോന്നുന്നു. എന്താണെന്ന് വലിയ പിടിയില്ല. കുഞ്ഞു കുരങ്ങനാണെന്ന് തോന്നുന്നു. പിന്നെ ദാണ്ടേ വേറൊരാൾ. ഇയാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആൾക്കാരുടെ ആ ഒരു ഇത് കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിച്ച് നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ആട് ആ ഒരു കൂട്ടിൽ തന്നെ ഏകദേശം ഒരു 3 ആടുകളോളം ഉണ്ട്. നമ്മുടെ ജമുന പ്യാരി പോലത്തെ ആട്, ജമുന പ്യാരി ഒന്നുമല്ല. പിന്നെ തത്ത, ഇതും ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ എന്തോ വിലയുള്ള തത്തയാണ്. തത്തയ്ക്കും ഫുഡ് കൊടുക്കുന്നതാണ്. പിന്നെ വേറൊരു തത്ത. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായത് എൻ്റെ തോളിൽ ആ തത്തയെ വെച്ച് തന്നു. അപ്പോൾ നല്ല മിണ്ടാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു തത്തയൊക്കെ. അവളും തൊട്ട് നോക്കി. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ മൂത്ത ആൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അവളങ്ങ് നീങ്ങി നിൽക്കുകയാണ്. അവൾക്ക് ഇതൊക്കെ ഒരു പേടിയായിരുന്നു. അതുകൊണ്ട് അവളങ്ങോട്ട് നീങ്ങി നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ അങ്ങ് എടുത്തു. പിന്നെ കഴുത ഉണ്ടായിരുന്നു, ഒരുപാട് ഉണ്ടായിരുന്നു. ഒരുപാട് ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മ്യൂസിയത്തിൽ പോകുന്ന ആ ഒരു പ്രതീതി തന്നെ ആയിരിക്കും അവിടെ പോകുന്നത്. കുതിരകൾ, ഇഷ്ടം പോലെ കുതിരകളുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ രഥമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വരണവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. രഥം അതിലാർക്ക് വേണോ കയറിയിരിക്കാം. അതിനൊന്നും പ്രത്യേകിച്ച് പൈസയോ കാര്യങ്ങളൊന്നും ഈടാക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും മക്കളെ കയറ്റി അതിലിരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു ഒക്കെ ചെയ്തു. പിന്നീട് ഇതിന് ചുറ്റും തന്നെ ഒരു വലിയ ഇതുണ്ട്. അവിടെ നിന്നിട്ട് കയറുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിലോട്ട് വരുമ്പോൾ ഒരുപാട് സ്ഥലമുണ്ട്. പിന്നെ കുതിരകൾ
കുതിരകളും കുറച്ച് അധികം കുതിരകളും ഉണ്ടായിരുന്നു. ഞാനൊന്ന് തൊട്ടൊക്കെ ചെന്ന് നോക്കി, അത് ഒന്ന് തുമ്മിച്ചതേ ഉള്ളൂ, ഞാൻ തെറിച്ച് പോയില്ലെന്നേ ഉള്ളൂ. നന്നായിട്ട് പേടിച്ചു. അത് ഈ വീഡിയോയിലുണ്ടെന്ന് തോന്നുന്നു. ഞാനാണ് തൊടുന്നത്. അങ്ങനെ ഞാനത് നന്നായിട്ട് പേടിച്ചു. പിന്നെ കുതിരകളെ ഓരോ സെക്ഷനായിട്ട് ഓരോ കൂട് പോലെ ഉണ്ടാക്കിയിട്ട് ഓരോന്നിനെ ഓരോ കൂട്ടിൽ ഇങ്ങനെ ആക്കി നിർത്തിയിരിക്കുകയായിരുന്നു. പിന്നെ പശു ഉണ്ടായിരുന്നു. പശു എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വലിയ പശുവാണ്. നേരിട്ട് കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും. എങ്കിലും കുതിരകളായിരുന്നു ഏറ്റവും കൂടുതലുള്ളത്. ഓരോന്നും വളരെ ഭംഗിയുള്ളതായിരുന്നു. മ്യൂസിയം എന്ന് പറയുമ്പോൾ സിംഹം, കടുവ അതൊക്കെ അതുപോലെയുള്ളതൊന്നുമല്ല കേട്ടോ. ഇതാണ് പുറത്തുനിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ കുതിരസവാരി ഉണ്ടായിരുന്നു. കുതിരസവാരി ഒരാൾക്ക് 100 രൂപയാണ്. അത് ഇത്തിരി കൂടുതലാണെന്ന് തോന്നി. 50 രൂപയായിരുന്നുവെങ്കിൽ എനിക്കും കയറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഒരാൾക്ക് 100 രൂപ. അവിടെയും കണ്ടില്ലേ തോളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ. പിന്നെ മീനിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ അതിന് വേണ്ടിയിട്ടുണ്ട്. ഒരുപാട് മീനുകളുണ്ടായിരുന്നു. പിന്നെ നമ്മളത് കഴിഞ്ഞ് ചെന്ന് കയറുന്നത് കിളികൾ ഉള്ളൊരു കൂട്ടിലാണ്. അപ്പോൾ ആ കൂട്ടിൽ നമുക്ക് കിളികൾക്ക് ഫുഡ് കൊടുക്കാം. നമുക്ക് കയ്യിലെടുത്ത് കൊടുക്കാം. കിളികൾ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് ആ ഫുഡൊക്കെ കഴിക്കും. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ പല രീതിയിലുള്ള കോഴികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്താണെന്നറിയില്ല, മുള്ളൻ പന്നിയാണെന്ന് തോന്നുന്നു. ഞാൻ നല്ലതുപോലെ ഫുഡ് എടുത്ത് വെച്ച് കിളികൾക്ക് കൊടുക്കാൻ നോക്കി. ഒരിക്കൽ വന്ന് കഴിച്ചിട്ട് പോയി. പിന്നെ മോൾക്ക് എല്ലാം കാണിച്ചു. ഒട്ടകത്തിനെ കാണിച്ചിട്ട് അവൾ പറഞ്ഞു ആട്ടുമ്പയാണെന്ന്. അവർക്കറിയില്ലല്ലോ, കുഞ്ഞല്ലേ. പിന്നെ ഒട്ടകപ്പക്ഷി ഉണ്ടായിരുന്നു. ഒട്ടകത്തിൻ്റെ ഇപ്പുറത്തോട്ട് ചേർന്ന് ഒട്ടകപ്പക്ഷി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൂട്ടിനകത്ത് മുയലിനെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം വളരെ മനോഹരമായിരുന്നു. നമുക്ക് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ കൊച്ചുമക്കളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാം. കൊള്ളാം. ഈ ഫാം ഹൗസ് എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഇതിനടുത്തുള്ള എല്ലാവർക്കും ഒന്ന് പോയി കാണാം. അതാണ് പുറത്തുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. വൈകിട്ട് ലൈറ്റും അലങ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കണ്ട് നമ്മൾ ഇറങ്ങി. എല്ലാം കൊള്ളാം, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.